വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം. ദുബായിലോ അബുദാബിയിലോ ഡെലിവറി ബോയ് ആവാം. മാസം 80,000 മുകളിൽ വരുമാനം നേടാം. നമസ്കാരം. പ്രധാന വാർത്തകൾ. സമീപകാലത്ത് ശശി തരൂർ സ്വീകരിക്കുന്നത് ദേശീയതയ്ക്ക് അനുകൂലമായ നിലപാടെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ബിജെപിയിൽ ചേരുമോ എന്ന കാര്യം വ്യക്തമാക്കേണ്ടത് തരൂർ. ഭാരതാംബ വിവാദം സംസ്ഥാനത്തെ പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള നീക്കമെന്നും സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കങ്ങൾ പാളിയെന്നും സുരേഷ് ഗോപി. പാലക്കാട് ജില്ലയിലെ +1 സീറ്റ് പ്രതിസന്ധി. പാലക്കാട്ട് ഹൈവേ ഉപരോധിച്ച് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. അറസ്റ്റ് വരിച്ചത് വനിതാ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ. കോട്ടായി കോൺഗ്രസ് ഓഫീസ് വിഷയത്തിൽ കോടതി തീരുമാനമെടുക്കും. കോടതി നിയോഗിച്ച കമ്മീഷണർ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകും. പഴയന്നൂർ പ്രദേശം കാട്ടാനപ്പേടിയിൽ. നാട്ടിലിറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഓണത്തിന് വിളവെടുക്കേണ്ട വാഴക്കുലകൾ നശിപ്പിച്ചതോടെ കർഷകർ കണ്ണീരിൽ. അധികൃതർക്ക് മൗനമെന്ന് ആക്ഷേപം. വിദേശ മദ്യ വ്യവസായത്തെ തകർക്കുന്ന നിലപാടുകളിൽ നിന്ന് ബിവറേജസ് കോർപ്പറേഷൻ മാനേജ്മെന്റ് പിന്മാറണമെന്ന് KSBC സ്റ്റാഫ് അസോസിയേഷൻ. തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണം. പാലക്കാട് KSBC വെയർഹൌസിൽ അസോസിയേഷൻ ധർണ. ലഹരിവിരുദ്ധ ഇൻസ്റ്റലേഷനുമായി തൃശൂർ സിറ്റി പോലീസ്. വടക്കേ സ്റ്റാൻഡിന് സമീപം 40 അടി നീളമുള്ള ഇൻസ്റ്റലേഷൻ സ്ഥാപിച്ചു. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തെ സൂചിപ്പിക്കുന്ന ഇൻസ്റ്റലേഷൻ നിർമ്മിച്ചത് പഴയ വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ ഉപയോഗിച്ച്. വാർത്തകൾ വിശദമായി. ദേശീയതയ്ക്ക് അനുകൂലമായ നിലപാടാണ് ഏതാനും നാളുകളായി ശശി തരൂർ സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ബിജെപിയിൽ ചേരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് തരൂരാണ്. ഭാരതാംബ വിവാദം വലിയ കാര്യങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണെന്നും സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കങ്ങൾ പാളിയെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു. ജനങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയുള്ള മാറ്റമാണ് ശശി തരൂരിൽ കാണുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കോൺഗ്രസ് വിടുമോ എന്ന കാര്യം അദ്ദേഹത്തോട് ചോദിക്കണം. ഭാരതാംബയെ പൂജിക്കുക എന്നാൽ ഭൂമിദേവിയെ പൂജിക്കുകയാണ്. അതുമാത്രമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കുന്നതിനോട് ഒട്ടും യോജിപ്പില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. യോജിപ്പില്ലെന്ന് മാത്രമല്ല, ഭയങ്കര എതിർപ്പുമുണ്ട്. ജനങ്ങൾക്ക് നൽകേണ്ട ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല. മന്ത്രിമാരുടെ സ്റ്റാഫിന് ജോലി ചെയ്യുന്നതിന് ശമ്പളം കൊടുക്കണം. പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നത് ശരിയല്ലെന്നും അത് നിരോധിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ദേശീയപാത വിഷയത്തിൽ തൃശൂർ കളക്ടർക്കെതിരെ സുരേഷ് ഗോപി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. പണി തീർത്ത് കൈമാറിയ റോഡുകളുടെ കാര്യത്തിൽ പോലും അടിപ്പാതകൾ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പുതുതായി അപേക്ഷകൾ വരുമ്പോൾ അത് പരിഗണിക്കുന്നതിൽ തടസ്സങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കുന്നത്. ടോൾ പിരിവ് നിർത്തിവെക്കാനുള്ള തീരുമാനം കളക്ടർ പിൻവലിക്കാനുള്ള കാരണം അന്വേഷിക്കണം. മുകളിൽ നിന്നുള്ള സമ്മർദ്ദമില്ലാതെ കളക്ടർ ഉത്തരവ് പിൻവലിക്കില്ല. താൻ ആവശ്യപ്പെട്ടിട്ട് ഒരു മീറ്റിംഗ് പോലും കളക്ടർ വിളിക്കുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഭാരതാംബ വിവാദം വലിയ കാര്യങ്ങൾ വഴിതിരിച്ചു വിടാനുള്ള നീക്കമാണ്. വലിയ കാര്യങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ എത്തരുത് എന്നതാണ് ഇതിനു പിന്നിലെ ഉദ്ദേശം. സർക്കാരിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും മഴക്കാല മുന്നൊരുക്കങ്ങൾ പാളിയെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ഇതിനെ സംബന്ധിച്ച് കളക്ടറുമായിട്ട് സംസാരിച്ചതാണ്. പ്രീ മൺസൂൺ പ്രോസസ്സിംഗ്, ക്ലീനിങ്, ഫെസിലിറ്റേഷൻ ഇത് ഉണ്ടാവണമെന്ന് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടതാണ്. അതിന് വേണ്ടുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. പക്ഷേ ഇപ്പം വിവിധ പ്രദേശങ്ങളിലായിട്ട് ഈ പ്രശ്നം അതിരൂക്ഷമായി. നമുക്ക് ഇനിയും ശരിക്കുള്ള മൺസൂൺ ഇനിയും വന്നിട്ടില്ല. കർക്കിടക മാസം കുറച്ച് ദിവസങ്ങൾക്കപ്പുറമാണ്, അല്ലേ? 25 ദിവസങ്ങൾക്കപ്പുറമാണ്. അപ്പോൾ അത് നമ്മളെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതും കൂടി കണക്കാക്കി ഇപ്പോഴെങ്കിലും ആ ചർച്ചയ്ക്കുള്ള മീറ്റിംഗ് വിളിച്ചാൽ, ഞാനതിന് ശ്രമിച്ചു, നടന്നിട്ടില്ല. അദ്ദേഹത്തിനോട് ഒന്നുകൂടി ആവശ്യപ്പെടുന്നു, കളക്ടർ അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചാൽ അതിൽ ഈ പ്രദേശങ്ങളുടെ എല്ലാ MLA-മാരും ഈ വെള്ളമൊഴുക്കുള്ള വാർഡുകളുടെ എല്ലാ മെമ്പർമാരും എല്ലാവരും കൂടെ വന്നിരുന്ന സമാനമായ ഒരു പദ്ധതിക്ക് ഒരു ആലോചന ഇപ്പോൾ നടത്തി അടുത്ത വർഷത്തെ മഴക്കാലത്തിന് മുമ്പെങ്കിലും ഇത് ചെയ്തെടുക്കാൻ അതിലേത് രീതിയിൽ സഹകരിക്കാൻ തയ്യാർ. കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ താനൊരു മീറ്റിംഗ് നടത്താൻ ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടു. ബണ്ടുകൾ ചെളിവെച്ച് നിർമ്മിക്കുന്നത് വൻ അഴിമതിയാണ്. കേരളത്തിൽ മുഴുവൻ ഇത്തരത്തിൽ വൻ തട്ടിപ്പാണ് നടക്കുന്നതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
കോട്ടായി പഴയ കോൺഗ്രസ് ഓഫീസ് ഇനി ആർക്ക്? CPM-നോ കോൺഗ്രസിനോ തീരുമാനം കോടതിയുടേത്. പാർട്ടി ഓഫീസ് പിടിച്ചെടുത്ത CPM നടപടിക്കെതിരെ ഉണ്ടായ ശക്തമായ പ്രതിഷേധത്തിൽ ഓഫീസ് പോലീസ് പൂട്ടിയിരുന്നു. കോടതി നിയോഗിച്ച കമ്മീഷണർ വെള്ളിയാഴ്ച 3 മണിക്ക് കോട്ടായിയിൽ എത്തി തെളിവെടുപ്പ് നടത്തി. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകുമെന്ന് കമ്മീഷണർ AN നിഷാന ഇരുഭാഗത്തെയും അറിയിച്ചു. 3ാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയായിട്ടും പാലക്കാട് ജില്ലയിൽ തുടരുന്ന +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റിയുടെ റോഡ് ഉപരോധം. പാലക്കാട് KSRTC സ്റ്റാൻഡിന് സമീപമാണ് ഹൈവേ ഉപരോധിച്ചത്. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. പാലക്കാട് ജില്ലയിൽ +1 പ്രവേശനത്തിനായി അപേക്ഷിച്ച 45,893 വിദ്യാർത്ഥികളിൽ 18,830 വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കേണ്ട സ്ഥിതിയാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സീറ്റില്ലാതെ പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ +1 ക്ലാസുകൾ തുടങ്ങിയത് അനീതിയാണെന്ന് ഫ്രറ്റേണിറ്റി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. 10ാം ക്ലാസ് പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും +1 സീറ്റ് ലഭിക്കുന്ന തരത്തിൽ മതിയായ സ്ഥിരം ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഫ്രറ്റേണിറ്റി നേതാക്കൾ ഹൈവേ ഉപരോധിച്ചത്. ടൗൺ സ്റ്റാൻഡിൽ നിന്ന് രാവിലെ ആരംഭിച്ച മാർച്ച് KSRTC സ്റ്റാൻഡിന് മുന്നിലെത്തിയപ്പോൾ റോഡ് ഉപരോധ സമരമായി മാറുകയായിരുന്നു. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാബിർ അഹ്സൻ, ജില്ലാ ജനറൽ സെക്രട്ടറി റസീന ആലത്തൂർ, സെക്രട്ടറി സുൽഫിക്കർ, സിറാജുൽ ഹസൻ, റാബിയത്തുൽ ബുഷറ, റുമാന ആസിമ എന്നിവർ അറസ്റ്റ് വരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പഴയന്നൂരിൽ വീണ്ടും കാട്ടാനയുടെ വിളയാട്ടം. ഓണത്തിന് വിളവെടുക്കേണ്ടിയിരുന്ന നിരവധി വാഴക്കൊലകൾ നശിപ്പിച്ചു. സമീപത്തെ റബ്ബർ തോട്ടവും പൈനാപ്പിൾ കൃഷിക്കും നാശനഷ്ടം വരുത്തി. കണ്ണീർ കായത്തിലായി കർഷകർ, അധികൃതർ മൗനത്തിലും. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡ് വെള്ളടിപ്പാടത്ത് പുത്തൻവീട്ടിൽ CP രാജന്റെ പറമ്പിലെ വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. ഓണത്തിന് വിളവെടുക്കാറായ നിരവധി ചെങ്ങാലിക്കോടൻ വാഴകൾ കാട്ടാന നശിപ്പിച്ചു. ഓണത്തിന് വെട്ടേണ്ട വാഴയാണ് ഇത്, ചെങ്ങാലിക്കോടൻ വാഴയാണ്. ഈ വാഴ ശരിക്കും 1000-ന് മുകളിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു കൊലയ്ക്ക് കൊടുത്തത്, എനിക്ക് കിട്ടിയത്. പക്ഷേ ആ വാഴയാണ് ഇപ്പോൾ വന്നിട്ട് മൃഗത്തിൻ്റെ ഈ ആനയുടെ ശല്യം കൊണ്ട് നശിപ്പിച്ചിരിക്കുന്നത്. ഭീകരമായൊരു നഷ്ടം എന്ന് പറയുമ്പോൾ എനിക്കും മറ്റുള്ളവർക്കും ഇതേപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ സമീപത്തുള്ള മധുവിന്റെ റബ്ബർ തൈകളും പൈനാപ്പിൾ ചെടികളും വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. കർഷക ഗ്രാമമായ എളനാട്ടിൽ തുടരെ ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധത്തിലാണ് കർഷകർ. കാട്ടാന ആക്രമണം അറിഞ്ഞ് വാർഡ് മെമ്പർ നീതു ഷൈജു, കേരള കർഷക സംഘം ചേലക്കര കമ്മിറ്റി ഭാരവാഹി KC ജോർജ്, കിഫ പ്രതിനിധി K രാംകുമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കാട്ടാന ആക്രമണത്തിൽ പ്രദേശത്ത് RRT രൂപീകരണവും നൈറ്റ് പട്രോളിംഗ് ക്രിയാത്മകമായി നടക്കണമെന്നും ഫെൻസിംഗ് അടിയന്തരമായി നടപ്പിലാക്കണമെന്നും ഇത് പ്രാവർത്തികമായാൽ മാത്രമേ കാട്ടാന ശല്യം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കൂ എന്നും കർഷകരും ജനപ്രതിനിധികളും പറയുന്നു. എന്നാൽ അധികൃതർ വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്ന പരാതിയുമുണ്ട്. അപ്പോൾ സ്വന്തം ജീവൻ ആദ്യം രക്ഷിക്കുക, പിന്നെ ഫെൻസിംഗ് ഒക്കെ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ കൃഷിനാശമൊക്കെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. രാജ്ഭവനിൽ RSS ആരാധനാ രീതി ആരോപിച്ച് പാലക്കാട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. 5 വിളക്കിന് സമീപം നടത്തിയ പ്രതിഷേധ പരിപാടി DCC സെക്രട്ടറി V രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാ സ്ഥാപനത്തിൽ മതചിഹ്നം വെച്ച് ആരാധിക്കുന്ന ഗവർണർ കേരളത്തിന് അപമാനമാണെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത DCC സെക്രട്ടറി V രാമചന്ദ്രൻ ആരോപിച്ചു. ഗവർണറെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്തത് സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണെന്നും രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി. ഭാരതാംബ ഭാരതത്തിന്റേതല്ല, അത് RSS കാര്യാലയത്തിൽ മാത്രം ഉയർത്താനുള്ള കൊടിയാണ്. ആ കൊടി രാജ്ഭവനിൽ വെച്ചാൽ വളരെ വിനീതമായി പറയുന്നു, ഗവർണർ, നിങ്ങൾ ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുന്നു. നിങ്ങൾ ഇനി ആ സ്ഥാനത്ത് ഒരു നിമിഷം പോലും ഇരിക്കാൻ അർഹനല്ല. ആ അർഹതയില്ലാത്ത ആള് ഉടൻ രാജിവെച്ചു പോകണം. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. ഭവദാസ്, സുധാകരൻ പ്ലാക്കാട്ട്, ഹരിദാസ് മച്ചിങ്ങൽ, A കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലഹരി വിരുദ്ധ ഇൻസ്റ്റലേഷനുമായി തൃശൂർ സിറ്റി പോലീസ്. വടക്കേ സ്റ്റാൻഡിന് സമീപമാണ് 40 അടി നീളമുള്ള ഇൻസ്റ്റലേഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. പഴയ വാഹനങ്ങളുടെ ഇരുമ്പ് സ്പെയർ പാർട്സുകളും ഗിയർ വീലുകളും ഉപയോഗിച്ചാണ് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തെ സൂചിപ്പിക്കുന്ന ഇൻസ്റ്റലേഷൻ നിർമ്മിച്ചിരിക്കുന്നത്.
മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ പോരാട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് അണിചേരുകയാണ്. അതിന്റെ ഒരു വലിയ പ്രഖ്യാപനം കൂടി ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെടുന്നു. അതിന്റെ എല്ലാം ഒരു പ്രതീക്ഷയായി, ലോകത്തിന് മാതൃകയായി ആന്റി നാർക്കോട്ടിക് ഇൻസ്റ്റലേഷന്റെ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന കർമ്മം. തൃശൂർ സിറ്റി പോലീസിൻ്റെയും കോർപ്പറേഷൻ്റെയും ICL ഫിൻകോർപ്പിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇൻസ്റ്റലേഷൻ ഒരുക്കിയത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിനിമാ സീരിയൽ താരം ലിഷോയ്, ശില്പി ഡാവിഞ്ചി സുരേഷ്, റിട്ടയർഡ് SI സുഹൃതകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ICL ഫിൻകോർപ്പ് CMD അഡ്വക്കേറ്റ് KG അനിൽകുമാർ വിശിഷ്ടാതിഥിയായിരുന്നു. ചടങ്ങിനോടനുബന്ധിച്ച് ലഹരിക്കെതിരെ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കെനിയയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട റിയയുടെ വീട് മന്ത്രി രാജേഷ് സന്ദർശിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:40 മന്ത്രി മണ്ണൂർ കാഞ്ഞിരംപാറ ഋഷി വില്ലയിൽ എത്തിയത്. റിയയുടെ അച്ഛൻ രാധാകൃഷ്ണൻ, അമ്മ ശാന്തി എന്നിവരുമായി മന്ത്രി സംസാരിച്ചു. ആശ്വാസവാക്ക് പറഞ്ഞാണ് മന്ത്രി തിരിച്ചത്. 15 മിനിറ്റോളം കുടുംബാംഗങ്ങളുമായി ചെലവഴിച്ചു. അപകടവും കാരണവും മന്ത്രി തിരക്കി. മരിച്ച റിയയുടെയും കുട്ടി ടൈറയുടെയും കാര്യങ്ങളും തിരക്കി. ശേഷം അമ്മ ശാന്തിയെയും റിയയുടെ സഹോദരിയെയും കണ്ടു. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA, CPM മുണ്ടൂർ ഏരിയ സെക്രട്ടറി CR സജീവ്, പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, പഞ്ചായത്ത് അംഗം AS ഷിഹാബ് എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. 3:15 മന്ത്രി മടങ്ങി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ബന്ധു അറസ്റ്റിൽ. ഷൊർണൂർ മണ്ണത്തന്മാരിൽ മോഹൻദാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 15-ന് പെൺകുട്ടിയുടെ വീട്ടിൽ ആഘോഷ പരിപാടിക്ക് എത്തിയ 55 വയസ്സുള്ള മോഹൻദാസ് പെൺകുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മങ്കര വെള്ള റോഡിൽ മാസങ്ങളായി മിനിമാസ് കത്തുന്നില്ല. മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. പലതവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ആശുപത്രി, പഞ്ചായത്ത്, കൃഷിഭവൻ, മൃഗാശുപത്രി എന്നിവയെല്ലാം പ്രവർത്തിക്കുന്ന ഇടം കൂടിയാണ് ഇവിടെ. KK ഗോകുൽദാസ്, ബാലൻ മങ്കര, ഷംസുദ്ദീൻ മാങ്കുറിശി, KK A റഹിമാൻ, TM അഷറഫ്, ഗിരീശൻ, KK വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്ത് എന്ന പ്രദേശത്ത് ഇത്രയും കേന്ദ്രീയ, സംസ്ഥാന, അർദ്ധ സംസ്ഥാന തുടങ്ങിയ ഒട്ടനവധി എല്ലാ ഓഫീസുകളും നിലകൊള്ളുന്ന ഒരു പ്രദേശമാണ് വെള്ള റോഡ്. ഒരുപാട് കടകളും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ തുടങ്ങി നിലകൊള്ളുന്ന ഈ വെള്ള റോഡ് രാത്രി 6 മണി കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ പൂരാപൂരിട്ടാണ്. മാത്രവുമല്ല, മിക്ക സമയങ്ങളിലും ഇവിടെ തെരുവ് നായ്ക്കളുടെ കല്യാണം, ബഹളം രൂക്ഷമാണ്. അത് ഭയങ്കര ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത്തരം ഓഫീസുകൾ നിലകൊള്ളുന്ന ഈ പ്രദേശത്ത് ഈ ഹൈമാസ് ഏറ്റുന്ന ഒരു നോക്കുകുത്തി മാസങ്ങളോളമായിട്ട് ഇരുട്ടണിഞ്ഞ് കിടക്കുകയാണ്. ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്തി വീണ്ടും വെളിച്ചം പുനഃസ്ഥാപിച്ചു തരാനാണ് ഞങ്ങളുടെ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വിദേശ മദ്യ വ്യവസായത്തെ തകർക്കുന്ന തൊഴിലാളി ദ്രോഹ നടപടികളിൽ നിന്ന് KSBC മാനേജ്മെന്റ് പിന്മാറണമെന്ന് മുൻ ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ. തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ പാലക്കാട് വെയർഹൌസിൽ KSBC സ്റ്റാഫ് അസോസിയേഷൻ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PN മോഹനൻ. മാനേജ്മെന്റിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് KSBC സ്റ്റാഫ് അസോസിയേഷനും വിദേശ മദ്യവ്യവസായ തൊഴിലാളി യൂണിയനും സംയുക്തമായാണ് വെയർഹൌസിൽ ധർണ നടത്തിയത്. കേരളത്തിൻ്റെ
പ്രധാന വരുമാന മാർഗമായ ബിവറേജസ് കോർപ്പറേഷനെ എങ്ങനെ തകർക്കാമെന്ന ഗവേഷണത്തിലാണ് മാനേജ്മെൻറ്റെന്ന് അസോസിയേഷൻ മുൻ ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ ആരോപിച്ചു. കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള ധർണ നടക്കുന്നുണ്ട്. തീർത്തും ഈ മേഖലയെ സംബന്ധിച്ച് അതിന്റെ നിലനിൽപ്പ് ഭീഷണിയിലാക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതിന്റെ പ്രതിഷേധ സൂചകമായും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രയാസങ്ങളും ബന്ധപ്പെട്ട തലത്തിൽ അറിയിക്കുക എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത്. അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലും ഏതാണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഈ ഇരിക്കുന്ന തൊഴിലാളികളുടെ ഇടയിൽ ഷിഫ്റ്റ് ഏർപ്പെടുത്തിയാൽ എന്തായിരിക്കും അതിന്റെ നേട്ടം? ഇത് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇതിനെ സംബന്ധിച്ചൊന്ന് പഠിക്കണ്ടേ? ബീവറേജിൽ എന്താ കൊടുക്കുന്നത്? അതിന്റെ ഔട്ട്ലെറ്റുകളിൽ, അതിന്റെ ഷോപ്പുകളിൽ എന്താണ് കൊടുക്കുന്നത്? മദ്യല്ലേ? മറ്റു പല മദ്യവും ഈ സമൂഹത്തിന് അരാജകത്വം സൃഷ്ടിക്കുന്ന തരത്തിൽ വരുമ്പോൾ നിയമാനുസൃതം പ്രവർത്തിക്കുവാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കല്ലേ? യൂണിയൻ ഭാരവാഹികളായ KN നാരായണൻ, കാർത്തികേയൻ, രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് വിജയോത്സവം 2025 സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. P മമ്മിക്കുട്ടി MLA വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. വിജയോത്സവത്തിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C സൂരജ്, VP സിന്ധു, P ഹരിദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P കനകരാജൻ, പഞ്ചായത്ത് അംഗങ്ങളായ V സിന്ധു, VK ജയശ്രീ, KS മഞ്ജിമ, D ശങ്കരനാരായണൻ, VP ജയപ്രകാശ്, സുജിത് P രാജ്, വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ V ഫിറോസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പതിരിപ്പാല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ നമ്മുടെ കോളേജ് എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലേക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതിന് പകരം വിദേശ വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അത് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ നയത്തിൽ ഒന്നാണ്. അപ്പോൾ ഉന്നത പഠനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളെ നമ്മൾ ആശ്രയിക്കുന്ന രീതിയിൽ നിന്ന് മാറി വിദേശികൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി, അക്കാഡമിക് നിലവാരം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം A പ്രശാന്ത് മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, വാർഡംഗം AA ശിഹാബ്, PTA പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ, SMC ചെയർമാൻ K സന്തോഷ് കുമാർ, പ്രിൻസിപ്പൽ കർപ്പകം സിന്ധു എന്നിവർ സംസാരിച്ചു. A+ നേടിയ വിദ്യാർത്ഥികളെയും സ്കോളർഷിപ്പ് നേടിയ കുട്ടികളെയും MLA ഉപഹാരം നൽകി ആദരിച്ചു. 100% വിജയം കൈവരിക്കാൻ നേതൃത്വം നൽകിയ അധ്യാപകരെയും PTA കമ്മിറ്റിക്കും MLA ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നാശഭീഷണിയിലായ ചുനങ്ങാട് മലപ്പുറത്തെ പള്ളിക്കുളം നാട്ടുകാരുടെ കൂട്ടായ്മയിൽ വൃത്തിയാക്കി. പ്രളയകാലത്ത് കുളത്തിന്റെ ഒരു വശം തകർന്നിരുന്നു. അരനൂറ്റാണ്ടോളമായി പ്രദേശവാസികൾ കുളിക്കാനും അലക്കാനും ആശ്രയിക്കുന്ന കുളമാണിത്. 3 ദിവസത്തോളം നീണ്ട പരിശ്രമത്തിലൂടെയാണ് നാട്ടുകാർ കുളം ഉപയോഗയോഗ്യമാക്കിയത്. കുളത്തിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന മരങ്ങളുടെ ചില്ലകൾ വെട്ടിനീക്കിയും കാടുപിടിച്ച പരിസരം വൃത്തിയാക്കിയും കുളത്തിലെ ചണ്ടികൾ നീക്കിയുമായിരുന്നു ശുചീകരണം. പാമ്പുകളുടെ ശല്യമുണ്ടായിരുന്ന റോഡിന്റെ വശങ്ങളും വൃത്തിയാക്കി. കുളത്തിന്റെ ഒരു വശം തകർന്നതിനാൽ വെള്ളം മുഴുവൻ ഒഴുകിപ്പോകുന്ന പ്രശ്നമുണ്ട്. കഴിഞ്ഞ പ്രളയത്തിലാണ് വശം തകർന്നത്. ഇത് പുനർനിർമ്മിക്കാനാവശ്യമായ നടപടി ഇതുവരെയായി സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അരനൂറ്റാണ്ടോളമായി കുളിക്കാനും അലക്കാനും മലപ്പുറം നിവാസികൾ ഉപയോഗിക്കുന്ന കുളമാണിത്. പള്ളിക്ക് സമീപത്തെ കൃഷിയിടങ്ങളിലെ ജലസേചന ആവശ്യത്തിനും കുളം ഉപകാരപ്രദമാണ്. വൈബ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ NK ഷാഹുൽ ഹമീദ്, M ഹംസ, മുഹമ്മദ് ഹംസ, NK റഷീദ്, OP ഷാജി, ഹമീദ്, P ഷൗക്കത്ത്, മണികണ്ഠൻ, അമീർ തുടങ്ങിയവർ ശുചീകരണത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
പോസ്റ്റൽ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായുള്ള മാറ്റങ്ങൾ ജനദ്രോഹമെന്ന് CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ. തപാൽ മേഖലയിലെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ NFPE നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു M. ഹംസ. ഇൻഡിപെൻഡന്റ് ഡെലിവറി സെന്റർ പോസ്റ്റൽ മേഖല സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമാണെന്നും M. ഹംസ ചൂണ്ടിക്കാട്ടി. പോസ്റ്റൽ മേഖലയിലെ സ്വകാര്യവൽക്കരണം ആശയവിനിമയത്തെ അപകടത്തിലാക്കുന്നതാണ്. കുറഞ്ഞ ചെലവിൽ ലഭിച്ച സേവനങ്ങൾക്ക് ഉയർന്ന തുക നൽകേണ്ടി വരിക മാത്രമല്ല, ഉത്തരവാദിത്തമില്ലായ്മയും ഡിപ്പാർട്ട്മെൻറ്റിൽ കടന്നുകൂടും. ലാഭകരമായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തെരഞ്ഞുപിടിച്ച് വിൽപ്പന നടത്തുന്നതും സ്വകാര്യവൽക്കരിക്കുന്നതും കുത്തകകൾക്കു വേണ്ടിയാണെന്നും M. ഹംസ പറഞ്ഞു. തീരുമാനം നടപ്പാക്കാൻ തുടങ്ങി 90 മുതൽ തുടങ്ങിയപ്പോഴൊക്കെ ഏറ്റവും സംഘടിതമായിട്ടുള്ള ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമുള്ള പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ അതിൽ എന്തിനാണ് ഭരണാധികാരികൾ ഓരോ നീക്കവും നടക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് വലിയ സമരങ്ങൾ ഇന്ത്യ രാജ്യത്തെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരായ നിങ്ങളും നിങ്ങളുടെ പൂർവികന്മാരായ ജീവനക്കാരും നടത്തി. 90-ന് ശേഷം ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ സ്വകാര്യവൽക്കരിച്ച് അത് കോർപ്പറേറ്റ് മൂലധനത്തിന് കൊടുക്കാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളെയും ദീർഘവീക്ഷണത്തോടുകൂടി നേരിട്ട് ഇത് പബ്ലിക് സെക്ടറിൽ ഇതുവരെ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞത് ഗവൺമെന്റിന്റെ ഗുണയല്ല. CITU പ്രഖ്യാപിക്കുന്നു, ഇന്ത്യൻ തൊഴിലാളി വർഗം പ്രഖ്യാപിക്കുന്നു, പോസ്റ്റൽ ജീവനക്കാരായ നിങ്ങളുടെ കഴിവ് കൊണ്ടാണ് ഇത് ഇന്നും പബ്ലിക് സെക്ടറിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് പബ്ലിക് സെക്ടറിൽ നിന്ന് പോകാൻ പിൻവാതിലിലൂടെ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ചെയർമാൻ സുഗുണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികളായ ആഷിഫ് റഹ്മാൻ, P. ശിവദാസ്, KV മധു, N. ലതാദേവി, S. സുരേഷ് ബാബു, KP രാഗേഷ്, V. മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KCBയിൽ ഒഴിവുകൾ നികത്താതെയും അർഹമായ സ്ഥാനക്കയറ്റം നൽകാതെയും ഇരിക്കുന്നത് തൊഴിലാളി വഞ്ചനയും ഇടതുവിരുദ്ധതയുമെന്ന് കേരള ഇലക്ട്രിസിറ്റി ഫെഡറേഷൻ AITC സംസ്ഥാന സെക്രട്ടറി MC അനന്തൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KCEF പാലക്കാട് വൈദ്യുതി ഭവന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MC അനന്തൻ. ഭരണതലത്തിലെ കെടുകാര്യസ്ഥത പരിഹരിക്കുന്നതിന് പകരം ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നത് ആപത്താണെന്നും MC ആനന്ദൻ ചൂണ്ടിക്കാട്ടി. വൈദ്യുതി ബോർഡിൽ ഫീൽഡ് ജീവനക്കാരുടെ 7000-ഓളം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. സ്ഥിരം നിയമനങ്ങളോ മതിയായ സ്ഥാനക്കയറ്റങ്ങളോ നൽകാതെ ബോർഡ് മാനേജ്മെൻറ്റ് നിലവിലെ ജീവനക്കാർക്ക് അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നു. ഇതുമൂലം ജീവനക്കാർ 12ഉം 18ഉം മണിക്കൂർ വരെ തുടർച്ചയായി അധിക ജോലി ചെയ്യേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. 30,321 ജീവനക്കാരെ നിയമിക്കാനുള്ള റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി നിലനിൽക്കെ മതിയായ നിയമനങ്ങൾ നടത്താത്തത് പ്രതിഷേധാർഹമാണെന്നും MC ആനന്ദൻ കുറ്റപ്പെടുത്തി. ജില്ലാ പ്രസിഡന്റ് M. രമേഷ് അധ്യക്ഷത വഹിച്ചു. KSCB ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി KK ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. KF ജില്ലാ സെക്രട്ടറി V. കൃഷ്ണദാസ് സമര സന്ദേശം നൽകി. സംസ്ഥാന നിർവാഹക സമിതി അംഗം മണി കുളങ്ങര, ഡിവിഷൻ അധ്യക്ഷ K. ഷംല, സെക്രട്ടറിമാരായ സുനിൽകുമാർ, മുഹമ്മദ് ബഷീർ, N. പരമൻ, K. രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. KSCB ഫ്രണ്ട് ഓഫീസ് കൗണ്ടറുകളും കോൾ സെൻ്ററുകളും പുറം കരാർവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്തിരിയണമെന്നും വൈദ്യുതി ബോർഡിൻ്റെ ചുമതലയിലുള്ള വൈദ്യുതി ലൈനുകളും പ്രതിഷ്ഠാപനങ്ങളും സോളാർ പദ്ധതിയുടെ പേരിൽ സ്വകാര്യ മേഖലയ്ക്ക് നൽകാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓടയിൽ കുടുങ്ങിയ മാൻകുട്ടിയെ രക്ഷിച്ച് കഞ്ചിക്കോട് ഇൻസ്ട്രുമെന്റേഷൻ ജീവനക്കാർ. ഓടയ്ക്കുള്ളിൽ കുടുങ്ങി അനങ്ങാൻ കഴിയാതിരുന്ന മാൻകുട്ടിയെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. 1 വയസ്സ് പോലും തികയാത്ത മാൻകുട്ടിയാണ് കാൽ തെന്നി കമ്പനിക്കകത്തെ അഴുക്കുചാലിൽ വീണത്. ജീവനക്കാർ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടും നടക്കാതെ വന്നതോടെ കഞ്ചിക്കോട് ഫയർ സ്റ്റേഷനിൽ വിവരമറിയിച്ചു. തുടർന്ന് സ്റ്റേഷൻ ഓഫീസർ രാഗേഷിന്റെ നേതൃത്വത്തിൽ മാൻകുട്ടിയെ പുറത്തെടുത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. സമീപത്തെ മാൻ പാർക്കിൽ നിന്നാണ് മാൻകുട്ടി കമ്പനിക്കകത്തെത്തിയത്. മൃഗഡോക്ടറുടെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാൻകുട്ടിയെ പാർക്കിൽ തുറന്നുവിടും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി താലൂക്ക് തല വായന പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം വാടാനംകുറിശി RFP ഗ്രന്ഥശാലയിൽ നടന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സത്യനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറികളിൽ തിരുവിതാംകൂർ ഭാഗത്തെ ലൈബ്രറികളെ സംഘടിപ്പിച്ച് ആദ്യത്തെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു. ഗ്രന്ഥശാല അന്നത്തെ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം. അങ്ങനെയുള്ള തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം അതിന് നിരവധി പേര് പ്രവർത്തിച്ചിട്ടുണ്ട്.
അത് തിരുവിതാംകൂറിൽ അങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ മലബാറിൽ അതിനു മുമ്പ് തന്നെ 1945 ആ സമ്മേളനത്തിന് മുമ്പ് തന്നെ മലബാറിൽ 37 കാലഘട്ടത്തിൽ തന്നെ മലബാറിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം വളർന്ന് വികസിച്ചിരുന്നു. ആരഭി കലാസമിതി പ്രസിഡന്റ് രമേശ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ രവീന്ദ്രൻ കൊടുമുണ്ട മുഖ്യപ്രഭാഷണം നടത്തി. സുധ ടീച്ചർ PN പണിക്കരെ അനുസ്മരിച്ചു. വേദ, ദേവാനന്ദ എന്നിവർ പുസ്തകാസ്വാദന അനുഭവം പങ്കുവച്ചു. MTയുടെ കഥാസാമ്രാജ്യത്തെക്കുറിച്ച് വൈഗലക്ഷ്മി സംസാരിച്ചു. CP രാമൻ സ്വാഗതവും രാജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട്സ് ലൈബ്രറി വായനാ ദിനാചരണവും PN പണിക്കർ അനുസ്മരണവും അക്ഷരദീപം തെളിയിക്കലും സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം C വിജയൻ ഉദ്ഘാടനം ചെയ്തു. PK സഞ്ജയൻ അധ്യക്ഷത വഹിച്ചു. വിജയപ്രകാശ് ശങ്കർ, K രാധാകൃഷ്ണൻ, ലൈബ്രറി സെക്രട്ടറി C ബിന്ദു, AP മധു എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ വിസ്മയ വിജയരാഘവൻ ലൈബ്രറിയിലേക്ക് നൽകിയ പുസ്തകങ്ങൾ C വിജയൻ ഏറ്റുവാങ്ങി. ചിൽഡ്രൻസ് ക്ലബ് വനിതാ വേദി അംഗങ്ങളുടെ അക്ഷരഗാനാലാപനവും നടന്നു. ഒറ്റപ്പാലം ലയൺസ് ക്ലബ്ബും മോഡേൺ സമാൽക്ക് ആശുപത്രിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തും. 22-ന് പകൽ 9 മുതൽ 1 മണി വരെ ആശുപത്രിയിൽ വെച്ചാണ് ക്യാമ്പ് നടത്തുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുക്കും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് എക്സ്റേ, ECG, എക്കോ ലാബ് എന്നിവയിൽ 20% ഇളവ് നൽകും. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം സൗജന്യമായി BP, ഷുഗർ എന്നിവ പരിശോധിക്കും. വിശദാംശങ്ങൾക്ക് 9656630726 9847272727 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് സംഘാടകർ അറിയിച്ചു. 22-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ്. ഇത് മോഡേൺ സമാൽക്ക് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് തന്നെയാണ് ക്യാമ്പ് നടത്തുന്നത്. ആ ക്യാമ്പിൽ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. അത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ നെഫ്രോളജി, പിന്നെ പൾമനോളജി, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അവിടെ പബ്ലിക്കിനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിൽ എന്താ പറയുക, ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവിടെ എന്തെങ്കിലും ടെസ്റ്റുകളും മറ്റും വരികയാണെങ്കിൽ അതിന് ഡിസ്കൗണ്ടഡ് റേറ്റ് മോഡേൺ സമാൽക്ക് ഹോസ്പിറ്റലിൽ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ആളുകൾ അത് ഉപയോഗപ്പെടുത്തണമെന്ന്. ആശുപത്രി PROമാരായ GK സുരേഷ്, SP പ്രദീപ് ശങ്കർ, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് P സത്യപ്രകാശ്, ട്രഷറർ KP രാമകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി V രാജഗോപാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാണിയംകുളത്ത് നിംസ് കോളേജ് ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 9 മണിക്ക് P മമ്മിക്കുട്ടി MLA നിർവഹിക്കും. ഇതോടനുബന്ധിച്ച് ജോബ് ഫെയർ എക്സ്പോയും ഒരുക്കുന്നുണ്ടെന്ന് കോളേജ് അധികൃതർ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജോബ് ഫെയർ VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 10 മുതൽ 5 വരെയാണ് ജോബ് ഫെയർ. ജോലി അന്വേഷിക്കുന്നവർക്കും ജോലിക്കാരെ അന്വേഷിക്കുന്നവർക്കുമായാണ് ഫെയർ സംഘടിപ്പിക്കുന്നത്. 50ഓളം സ്ഥാപനങ്ങൾ പങ്കെടുക്കും. നമ്മുടെ വാണിയംകുളത്ത് ഈ വരുന്ന ശനിയാഴ്ച 21-ാം തീയതി രാവിലെ 9 മണിക്ക് ഷൊർണൂർ MLA ബഹുമാനപ്പെട്ട P മമ്മിക്കുട്ടി അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ ഉദ്ഘാടന അവസരത്തിൽ തന്നെ നിംസ് ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ജോബ് ഫെയർ എക്സ്പോ 2025 സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ പാലക്കാട് MP ബഹുമാനപ്പെട്ട ശ്രീ VK ശ്രീകണ്ഠൻ അവർകളാണ്. നിംസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്കിംഗ് പാർട്ണർ അഡ്വക്കേറ്റ് CK അൻസാർ, പ്രിൻസിപ്പാൾ KJ ജോസ്, V സുഹൈല, V സുമിത്ര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാറ്റലി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനം വിധിയെഴുതി കഴിഞ്ഞിരിക്കുന്നു. നിലമ്പൂരിൽ ജയം ആർക്കായിരിക്കും? മാറ്റലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. വളരെ വാശിയേറിയ ഒരു മത്സരമാണ് നടന്നിട്ടുള്ളത്. എല്ലാ മുന്നണികൾക്കും വിജയപ്രതീക്ഷയുണ്ട്. 3 മുന്നണികൾ, കാരണം സ്വതന്ത്ര അൻവറിനും വിജയപ്രതീക്ഷയിലാണ് നിൽക്കുന്നത്.
പക്ഷേ 23-ാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൽ എന്താണെന്നുള്ളത് തീരുമാനത്തിലെത്താൻ കഴിയുള്ളൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമീപകാലത്ത് ശശി തരൂർ സ്വീകരിക്കുന്നത് ദേശീയതയ്ക്ക് അനുകൂലമായ നിലപാടെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. BJPയിൽ ചേരുമോ എന്ന കാര്യം വ്യക്തമാക്കേണ്ടത് തരൂർ. ഭാരതാംബ വിവാദം സംസ്ഥാനത്തെ പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള നീക്കമെന്നും സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കങ്ങൾ പാളിയെന്നും സുരേഷ് ഗോപി. പാലക്കാട് ജില്ലയിലെ +1 സീറ്റ് പ്രതിസന്ധി. പാലക്കാട്ട് ഹൈവേ ഉപരോധിച്ച് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. അറസ്റ്റ് വരിച്ചത് വനിതാ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ. കോട്ടായി കോൺഗ്രസ് ഓഫീസ് വിഷയത്തിൽ കോടതി തീരുമാനമെടുക്കും. കോടതി നിയോഗിച്ച കമ്മീഷണർ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകും. പഴയന്നൂർ പ്രദേശം കാട്ടാനപ്പേടിയിൽ. നാട്ടിലിറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഓണത്തിന് വിളവെടുക്കേണ്ട വാഴക്കുലകൾ നശിപ്പിച്ചതോടെ കർഷകർ കണ്ണീരിൽ. അധികൃതർക്ക് മൗനമെന്ന് ആക്ഷേപം. വിദേശ മദ്യ വ്യവസായത്തെ തകർക്കുന്ന നിലപാടുകളിൽ നിന്ന് ബിവറേജസ് കോർപ്പറേഷൻ മാനേജ്മെന്റ് പിന്മാറണമെന്ന് KSBC സ്റ്റാഫ് അസോസിയേഷൻ. തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണം. പാലക്കാട് KSBC വെയർഹൌസിൽ അസോസിയേഷൻ ധർണ. ലഹരിവിരുദ്ധ ഇൻസ്റ്റലേഷനുമായി തൃശൂർ സിറ്റി പോലീസ്. വടക്കേ സ്റ്റാൻഡിന് സമീപം 40 അടി നീളമുള്ള ഇൻസ്റ്റലേഷൻ സ്ഥാപിച്ചു. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തെ സൂചിപ്പിക്കുന്ന ഇൻസ്റ്റലേഷൻ നിർമ്മിച്ചത് പഴയ വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ ഉപയോഗിച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.